യഥാർത്ഥത്തിൽ നമ്മൾ CPU എന്ന് വിളിക്കുന്നത് SOCയെ ആണ്. SOCക്ക് ഉള്ളിൽ വരുന്ന ഒരു പാർട്ടാണ് CPU. അപ്പോൾ എന്തൊക്കെയാണ് SOCക്ക് ഉള്ളിൽ വരുന്നത് എന്ന് പഠിക്കാം. ബിഗ് CPU, ലിറ്റിൽ CPU, GPU, മെമ്മറി കാഷെ, DSP അഥവാ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസർ, ISP അഥവാ ഇമേജ് സിഗ്നൽ പ്രോസസർ, വീഡിയോ പ്രോസസർ, ഡിസ്പ്ലേ എൻജിൻ, മോഡം, സ്റ്റോറേജ് കൺട്രോളർ, മെമ്മറി കൺട്രോളർ, സെക്യൂരിറ്റി എൻക്ലേവ്, പെരിഫറൽ ഫങ്ഷൻസ്, പവർ മാനേജ്മെന്റ് EFUs, NOC അഥവാ നെറ്റ്വർക്ക് ഓൺ ചിപ്പ്, MCU അഥവാ മൈക്രോ കൺട്രോളർ യൂണിറ്റ്, NPU. എന്താണ് ബിഗ് CPU? ബിഗ് കോറിനെയാണ് ബിഗ് CPU എന്ന് പറയുന്നത്. ഗെയിമിംഗ്, വീഡിയോ എഡിറ്റിംഗ് മുതലായ വലിയ പ്രോസസ്സിംഗ് നടക്കുന്നത് ബിഗ് CPUവിലാണ്. ലിറ്റിൽ കോർ ആണ് ലിറ്റിൽ CPU. വെബ് ബ്രൗസിംഗ്, സിമ്പിൾ ആപ്സ് റണ്ണിംഗ് മുതലായവ ലിറ്റിൽ CPU ആണ് ചെയ്യുന്നത്. GPU എന്നാൽ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ്. നമ്മുടെ കാഴ്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇമേജസ്, വീഡിയോസ്, ആനിമേഷൻസ് മുതലായവയെ രൂപപ്പെടുത്തുന്നത് GPU ആണ്. വളരെ സ്മൂത്ത് ആയ ഗെയിമിംഗ്, വീഡിയോ പ്ലേയിങ് മുതലായ അനുഭവം തരുന്നത് GPU ആണ്. പുതിയ GPUകൾ AI, മെഷീൻ ലേണിംഗ് എന്നിവയെ ഈസി ആക്കുന്നു. CPU ഡാറ്റ ആക്സസ് ചെയ്യുന്നത് വളരെ വേഗമാകുവാൻ വേണ്ടി CPUവിനും റാമിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മെമ്മറി ആണ് ഇത്. ആഡിയോ, വീഡിയോ, ഇമേജസ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻസ്, സെൻസേഴ്സ് മുതലായവയുടെ പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. നമ്മുടെ ഡിസ്പ്ലേയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഡിസ്പ്ലേ എൻജിൻ. വീഡിയോസ്, ഇമേജസ് മുതലായവയെ കംപ്രസ് ആൻഡ് ഡീകംപ്രസ് ചെയ്യുന്നത് വീഡിയോ പ്രോസസർ ആണ്. ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോസിനെ രൂപപ്പെടുത്തുന്നത് ISP ആണ്. മൊബൈൽ ഫോണിന്റെ വയർലെസ് ഏരിയയുടെ പ്രവർത്തനം മോഡമിലാണ്. eMMCയെ കൺട്രോൾ ചെയ്യുന്നു. റാമിനെ കൺട്രോൾ ചെയ്യുന്നു. സെക്യൂരിറ്റി സംബന്ധമായ ഏരിയയെ കൺട്രോൾ ചെയ്യുന്നു. ടെമ്പറേച്ചർ സെൻസർ, ഡീബഗ് പോർട്ട്, ക്ലോക്സ് മുതലായവ പെരിഫറൽ ഫങ്ഷൻസ് ആണ്. പവർ മാനേജ്മെന്റ്, സെൻസേഴ്സ് ഹബ്ബ്, കണക്ടിവിറ്റി തുടങ്ങിയവയെ കൈകാര്യം ചെയ്യുന്നു. റാമിലേക്കും മറ്റും ഉള്ള ഡാറ്റ ഫ്ലോ മാനേജ് ചെയ്യുന്നു. ഓവർ കറന്റ്, ഓവർ വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട് എന്നിവയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. AIയെ മാനേജ് ചെയ്യുന്നു.